മടിയാണ്. കുട്ടികളെ അസസ്മെന്റിന് കൊണ്ടുവരുന്ന സമയത്ത് മിക്ക പേരൻസും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് മടിയാണ്. എഴുതുന്നില്ല, എഴുതാൻ വെച്ച് ഇരിക്കുന്നില്ല. ഇത് സത്യത്തിൽ മടിയാണോ? നമ്മുടെ ഒട്ടുമിക്ക പേരൻസിനെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പലരും ഇങ്ങനെ തന്നെയാ പറയുന്നത്, കുട്ടിക്ക് എപ്പോഴും മടി തന്നെയാണ്. എനിക്ക് തോന്നുന്നു പല പാരന്റ്സിനും ഈ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റി പലരും അവെയർ എല്ലാം തോന്നുന്നു. അതേപോലെ തന്നെ LKG UKG പഠിക്കുന്ന ഒരു കുട്ടി മിറർ റൈറ്റിംഗ് കാണിക്കുമ്പോൾ തന്നെ പേരൻസ് ചിന്തിക്കുന്നത് കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നാണ്. ശരിയാ, അതൊരു ബിഗിനേഴ്സ് എറർ ആണെന്ന് പോലും അവര് മനസ്സിലാക്കുന്നില്ല. ചില കുട്ടികൾക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ മിറർ റൈറ്റിംഗിലേക്ക് വരും. അവർ കൺഫ്യൂസ്ഡ് ആണ് പലരും. പക്ഷെ അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കേട്ടില്ലേ, ഇതുപോലത്തെ കുറെ കൺഫ്യൂഷൻസിലാണ് ഇപ്പോഴും പാരന്റ്സ്. മടി കാരണമാണ് പഠിക്കാത്തത്. ഈ ഒരു നെഗ്ലക്ട് കാരണം തന്നെ കുട്ടികളിലെ റിയൽ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാരന്റ്സിന് പറ്റുന്നില്ല. ചിലപ്പോൾ അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി ആയേക്കാം. കുട്ടികളിലുള്ളത് മടി തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവരുടെ റിയൽ പ്രോബ്ലം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് ഇരിക്കാൻ പറ്റാത്തതാണോ, വായിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്, എഴുതുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്, മനസ്സിലാവുന്നുണ്ടോ ഇല്ലയൊന്നും ആദ്യം നിങ്ങളായിട്ടൊന്നൊരു അസസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു പ്രോപ്പർ അസസ്മെന്റിലൂടെ, ഒരു പ്രൊഫഷണലുടെ ഹെൽപ്പോടെ അസസ്മെന്റ് എടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്താണ് പ്രശ്നം എന്നുള്ളത്.